ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അവിൽ വെച്ചിട്ട് ഞാനൊരു പായസം വെക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട്. ഇതിനി വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് പുതിർത്തിട്ടെടുക്കണം. എന്നിട്ട് വേണം റെഡിയാക്കാൻ. കുറച്ച് റവ, 2 ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലം ഇതാ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അത് ഉരുക്കണം, ഉരുക്കിയില്ല. പിന്നെ പാലിത തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, പാല് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അവിലിനെ ഒന്ന് പുതിർത്തിട്ടെടുക്കാം. പീഞ്ഞെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിനെ പിഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പായസത്തിലിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും കൂടി ഉണ്ട്. ഇങ്ങനെ എല്ലാവരും വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് വെല്ലം ഉരുക്കിയിട്ടെടുക്കണം. വെല്ലം ഉരുക്കിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്തെല്ലാമെന്ന് വിചാരിച്ചാൽ കാണാം. അപ്പോൾ ഈ ബൂസ്റ്റിന് എന്ത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചൂടുള്ള പാലിൽ നമുക്ക് കലക്കി വെക്കണം. ബൂസ്റ്റിന് എന്നാലേ ശരിയാവും. ഇളം ചൂടുള്ള പാലിൽ നമുക്ക് കലക്കിയെടുക്കണം ബൂസ്റ്റിന്. അതിനാണ് ഈ പാത്രം എടുത്തത്. ഇത് കലക്കി വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. കട്ട ഒഴിച്ച് പോയില്ലെങ്കിൽ അധികം ചൂടായാലും പ്രശ്നമല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പം നേരെ പായസത്തിന് രുചി കൂടും. ഇതിൻ്റെയും കൂടി ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ചൂടുള്ള പാലൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിവിടെ റെഡിയാക്കി. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വെല്ലം ഉരുക്കാം. വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെല്ലം ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഞാൻ ആദ്യം റവ എടുത്തിട്ട് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ റവയിൽ നിന്ന് അങ്ങനെ വെന്ത് വരട്ടെ. അടിക്ക് പിടിച്ചു പോകും റവയായത് കാരണം. അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ ഗൈസ്. നല്ല ടേസ്റ്റാണ്. അവിലിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. റവ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം വെന്ത പോലെ ആയിട്ടുണ്ടാവും. റവ തിളച്ച പാലിൻ്റെ അകത്താണല്ലോ നമ്മളിത് ചൂടുള്ള പാലിലാണ് റവേനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വേഗം വെന്തോളും, അധികം താമസമൊന്നും വേണ്ട. അപ്പം നമുക്ക് ഈ റവ വെന്തതിൻ്റെ ശേഷം കാണാം.
റവ വെന്തിട്ടുണ്ട് അല്ലേ, നല്ല അടിപൊളിയായിട്ട് റവ വെന്ത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാൻ. തീ കുറച്ച് വെച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത്, ചൂടോടെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഫുൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലൊഴിക്കുന്നുണ്ടേ. പാലൊഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം. അവിലും റവയും എല്ലാവരും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അവിലും റവയും കൂടി നല്ല മിക്സ് ആകട്ടെ. അപ്പോൾ നല്ലോണം തിള വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ച് കൊടുക്കണം. തീ കുറച്ച് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അവിലും കൂടി ഇട്ടിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരട്ടെ. തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെല്ലം ഒരിക്കൽ ഒഴിച്ച് കൊടുക്കാം. തിള വരുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ വെല്ലം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. വെല്ലവും ചേർത്തിട്ട് എല്ലാം നല്ലോണം ഇളക്കി കൊടുക്കാം. തീ ഞാൻ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഗൈസ്, ഉണ്ടല്ലോ. അധികം പണിയൊന്നുമില്ല, വേഗം കഴിയുന്ന പരിപാടിയാണ്. പെട്ടെന്നൊരു നമുക്ക് പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം റെഡി. ഇതൊന്ന് റെഡിയാവട്ടെ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ തിള വരുന്നുണ്ട്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം പായസത്തിൽ ഒരു നുള്ളുപ്പിടില്ല, അതുപോലെ ഒരു നുള്ളുപ്പ്. നല്ല അടിപൊളി അവിൽ പ്രഥമനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. റവ ഇടുന്നതെന്ന് വെച്ചാൽ ഈ അവിലിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലക്കായൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇനി ഞാൻ ആവശ്യത്തിന് ഉള്ള ബാക്കിയുള്ള പാലുണ്ടല്ലോ കാച്ചി വെച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കും. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനവും കൂടി ഇതിലൊഴിച്ച് കൊടുക്കാനുണ്ട്. നമ്മളിവിടെ കലക്കി വെച്ച ബൂസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ആക്കിനോന്നറിയില്ല, ഇതൊരു വെറൈറ്റി പായസമാണ് ശരിക്കും കേട്ടോ. ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇട്ടിട്ട് അറിയിച്ചോളൂ. ഇട്ടിട്ടുണ്ട്, നമ്മളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി ഇതൊന്ന് തിളച്ചപ്പോൾ നമുക്ക് വാങ്ങാം. ഇനി വേറെ ഇതിനൊരു പരിപാടിയില്ല.
ബൂസ്റ്റാക്കിയ അതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പം എല്ലാം കണ്ടല്ലോ. ഇനി തിളച്ച പാട് നമുക്ക് വാങ്ങി വെക്കാം. വാ, അടിപൊളി. എന്നിട്ട് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പായസം ഇവിടെ റെഡി. അപ്പോൾ ഇതാ തള വരുന്നുണ്ട്, ഞാനിത് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മുന്തിരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചില സമയം കിട്ടുന്നില്ല, അത് പറ്റി പിടിച്ച പോലെ എന്താണെന്ന് ആദ്യമേ എടുത്തിടാത്തത് തയ്യാറാണ്. അതിനുണ്ട് കവറിൻ്റെ അകത്തൊന്നും കിട്ടുന്നില്ല ഗൈസ്. അതിന് ചെറിയ കളി. അപ്പം അങ്ങനെ കളിക്കാൻ പാടില്ല നമ്മളോടല്ലേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഓഫാക്കി അതന്നെ പരിപാടി. അപ്പം നമ്മളെ പായസം ഇത് ഇവിടെ റെഡിയായി. പായസമെന്നോ പ്രഥമെന്നോ എന്ത് വേണ്ടിക്കും വിളിക്കാം. നമ്മളെ അവില് റവയും കൊണ്ടുണ്ടാക്കിയ പരിപാടിയാണിത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.